അസ്സലാമു അലൈക്കും. ഉറങ്ങാൻ വൈകിയത് കൊണ്ട് സുറുമി എഴുന്നേൽക്കാനും വൈകിയിരുന്നു. അവൾ ഉണർന്നപ്പോൾ മാഹിർ മുറിയിലില്ലായിരുന്നു. അവൾ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചുവെങ്കിലും അവനെ കണ്ടില്ല. എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി ഫോണെടുത്ത് നോക്കുമ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. എൻ്റെ പഠിച്ചോനെ, സമയം ഇത്തിരി ആയല്ലോ. സാധാരണ അറിയാതെ ഇത്രയും സമയം ഉറങ്ങിപ്പോയാൽ ആനമ്മ വന്ന് ഡോറിൽ തട്ടി വിളിക്കേണ്ടതാണ്. ഇന്ന് അതും ഉണ്ടായില്ല. എന്നാലും മാഹിക്കൊക്കെ എന്നെ വിളിക്കാമായിരുന്നു. അവൾ മാറിയിടാനുള്ളതെടുത്ത് ബാത്റൂമിലേക്ക് പാഞ്ഞു കയറി. അന്ന് അടുക്കളയിലേക്ക് വരുമ്പോൾ സുറുമിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. അടുക്കളയിൽ ലബീബയും മസീനയും ഉണ്ടായിരുന്നു. നൂലപ്പവും കടലക്കറിയുമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്താ, ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി, സുറുമി അസീനയോടാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. അസീന പുഞ്ചിരിച്ചു. അഹങ്കാരം അല്ലാതെ എന്താ പറയാ. ഗൾഫുകാരൻ കെട്ട് നാട്ടിലെത്തിയതിൻ്റെ നെകളിപ്പ്. ഇപ്പം തമ്പുരാട്ടിയല്ലേ, പള്ളിയുറക്കം കഴിയാൻ സമയമെടുക്കും. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ലബീബ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. സുറുമി അസീനയെ നോക്കി. എങ്കിലും ഒന്നും മിണ്ടാൻ പോകണ്ടെന്ന് അസീന കണ്ണ് ചിമ്മി കാണിച്ചു. രാവിലെ തന്നെ അവളോട് തർക്കുത്തരം പറഞ്ഞ് അതൊരു വഴക്കിലേക്ക് എത്തിക്കാൻ സുറുമിക്കും താല്പര്യമില്ലായിരുന്നു. അവൾ മുറ്റത്തേക്കിറങ്ങി. ഇന്നലെ രാത്രി നന്നായി കാറ്റടിച്ചതുകൊണ്ട് മുറ്റം മുഴുവനും കരിയിലകൾ നിറഞ്ഞിട്ടുണ്ട്. വിറകുപുരിയോട് ഭിത്തിയോട് ചാരി വെച്ചിരുന്ന കുറ്റിച്ചൂലെടുത്ത് സുറുമി മുറ്റം തൂക്കാൻ തുടങ്ങി. ഒരു ചായ കിട്ടോ ഭാര്യേ? മാഹിറിൻ്റെ ശബ്ദം കേട്ടവൾ മുഖമുയർത്തി നോക്കി. അവളുടെ പിറകിൽ തന്നെ ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളിത് എവിടെ പോയതായിരുന്നു മാഹിക്ക? ചൂലൊന്ന് താഴ്ത്തി പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. ഞാനൊന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാടി. വന്നിട്ട് ഇത്ര ദിവസമായിട്ട് പുറത്തേക്കൊന്നും പോയില്ലല്ലോ. മഞ്ഞ് വീണ ഗ്രാമവഴിയിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാനൊരു പൂതി. അവൻ തണുത്തുപോയ കൈ പരസ്പരം കൂട്ടി ഉരസിക്കൊണ്ട് പറഞ്ഞു. എന്താ മാഹിക്ക, നിങ്ങൾക്ക് പോകും മുമ്പ് എന്നെ ഒന്ന് വിളിച്ചുണർത്തായിരുന്നില്ലേ? സുറുമിയുടെ കണ്ണുകൾ കൂർത്തു. നീ സുഖമായി ഉറങ്ങുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാലേ നിന്നെ ഉണർത്താൻ തോന്നിയില്ല. പിന്നെ ഇന്നലത്തെ ക്ഷീണം ഉണ്ടാവുമല്ലോ എൻ്റെ മോൾക്ക്. മാഹിർ സുറുമിയുടെ താടയിൽ പിടിച്ചുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. സുറുമിയുടെ മുഖത്തേക്ക് നാണത്തിൻ്റെ ചുവപ്പ് അരിച്ചിറങ്ങി. അപ്പോൾ ഇക്കാക്ക് ക്ഷീണമൊന്നുമില്ലായിരുന്നോ? സുറുമിയും ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഏയ്, നീ തളർന്നു പോയത് കൊണ്ടാ. അല്ലെങ്കിൽ ഉറങ്ങും മുമ്പ് ഒരു റൗണ്ട് കൂടി നോക്കാമായിരുന്നു. സാരില്ല. അവൻ ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു കള്ളത്തിരിമില്ലേ? സുറുമിയുടെ കണ്ണുകളൊന്ന് കൂർത്തു. നീ കുളിച്ചോ സുറുമി? അവൻ അവളുടെ തട്ടമൊന്ന് താഴ്ത്തി മുടിയിൽ തൊട്ടു. ആ, കുളിച്ചല്ലോ. എന്തേ? ഉച്ചക്ക് ഒന്നുകൂടി കുളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാ. അവൻ കണ്ണുറങ്ങി ചിരിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി വന്ന സീജ അവരെ കണ്ട് ശബ്ദമുണ്ടാക്കി. നാണം കിട്ടുതങ്ങൾ, മുറ്റത്ത് നിന്ന ശൃംഗാരം. ഇതിപ്പോൾ വീടിനകത്തും പുറത്തും കണ്ണ് കെട്ടി നടക്കേണ്ട അവസ്ഥയാണല്ലോ. സീജ അസൂയയോടെ പിറുപിറുത്തു. അതേ, രാവിലെ തന്നെ ഇങ്ങനെ നോക്കി എൻ്റെ ടെമ്പർ തെറ്റിക്കാതെ നീ വന്ന് എനിക്കൊരു ചായ എടുത്ത് താ മൂളൂസേ. അല്ലേ ഞാനിപ്പോൾ വാരി എടുത്തങ്ങ് കൊണ്ടുപോകും. അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് മാഹിർ പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നിന്ന് സിറ്റൗട്ടിലേക്ക് കയറി പത്രം കയ്യിലെടുത്ത് ചാരുപടയിലേക്ക് കയറിയിരുന്നു. സുറുമി അവനെ തന്നെ നോക്കി ആ മുറ്റത്ത് നിന്നു. ഇന്നലെ താൻ സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞത് കേട്ട് മാഹിക്ക് രാവിലെ വല്ല വഴക്കുണ്ടാക്കുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആൾ സംസാരിക്കുന്നത് കൊണ്ട് ആ പേടി അങ്ങ് പോയി കിട്ട്. ചൂല ഒരു ഭാഗത്തേക്ക് വെച്ച് കൈയും കാലും കഴുകി അകത്തേക്ക് കയറി സുറുമി മാഹിറിനുള്ള ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അവിടെ മുസാഫിറും ഉണ്ടായിരുന്നു. ഇക്ക ഇവിടെ ഉണ്ടായിരുന്നോ? ഇക്കാക്കുള്ള ചായ ഞാൻ കൊണ്ടുവരാം. സുറുമി മാഹിറിനുള്ള ചായ കൊടുത്ത് തിരിഞ്ഞു നടക്കാനൊരുങ്ങി. വേണ്ട, ഞാനൊരു ചായ കുടിച്ചതാ, മുസാഫിർ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിനൊരു കനമുള്ളതുപോലെ തോന്നി. വല്ലപ്പോഴും അവൻ തന്നോട് മിണ്ടുന്നതൊക്കെ സ്നേഹത്തോടെയാണ്. ഇതെന്തു പറ്റിയാവോ? അവളൊന്നും പറയാതെ അടുക്കളയിലേക്ക് പോന്നു. ഇന്ന് ആരാണ് ഇത്ത ഫുഡ് ഉണ്ടാക്കിയത്? സീനു അടുക്കളയിലേക്ക് വന്ന് ഉച്ചത്തിൽ ചോദിച്ചു. ഞാനും മെസ്സിനെയും. എന്താ നീ അത് എടുത്തു ചോദിക്കാൻ കാരണം? ലബീബ സീനുവിനെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്നില്ലെന്നേ. നിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ വിശ്വസിച്ച് കഴിക്കാമെന്നോർത്താ. സീനു സുറുമയെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആനമ്മ രാത്രി തന്നെ മുസാഫിറിനെ റൂമിലേക്ക് വിളിച്ച് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും പെൺമക്കളും കൂടെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് പറഞ്ഞിരുന്നു. മുസാഫിർ അങ്ങനെ വീട്ടുകാര്യങ്ങളിലൊന്നും അധികം ഇടപെടാറില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാറില്ല. അഭിപ്രായം പറയാനും അവൻ നിൽക്കാറില്ല. അതിപ്പോൾ അസീനയും അങ്ങനെ തന്നെ. അവൻ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളിൽ അധികമൊന്നും അവൻ്റെ കാതിൽ എത്തിക്കാറുമില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാൽ വൈകുന്നേരം 5 മണിയോടെ ജോലി കഴിഞ്ഞ് മടങ്ങുന്നവൻ കൂട്ടുകാരോടൊപ്പമൊക്കെ സമയം ചെലവഴിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി 8 മണിയെങ്കിലും ആവും.
ആനുമ്മ പറയുന്നത് കേട്ട് മുസാഫിറിനും ദേഷ്യമാണ് വന്നത്. മാഹിർ അങ്ങനെ പറഞ്ഞുവെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് അസീനയോട് ചോദിച്ചത്. ഉമ്മയും മാഹിറും ഉച്ചത്തിൽ എന്തോ സംസാരം ഉണ്ടായിരുന്നുവെന്നും അവൻ CJ അടിച്ചതുകൊണ്ട് അവനൊന്നും ഇന്ന് ഭക്ഷണം കഴിക്കാതെയാണ് ഉറങ്ങാൻ പോയതെന്നും അസീന അവരോട് പറഞ്ഞു. അതിൽ കൂടുതലായൊന്നും അവൾക്കും അറിയില്ലല്ലോ. അവൻ്റെ പണമാണെങ്കിലും ഇത്രയും നാളും തോട്ടവും പീടിയൊക്കെ നോക്കി നടത്തിയത് നിങ്ങളല്ലേ? എന്നിട്ടിപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്കുള്ളതുപോലെ ഒരു ഓഹരി നിങ്ങളെ പെങ്ങന്മാർക്കും കിട്ടണം. അതുകൊണ്ടേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് മാഹിറിനോട് പറയണം. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഒരുമിച്ച് നിന്ന് മേടിക്കണം. ആനുമ്മ മുസാഫിറിനോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. അതാണ് രാവിലെ മുതൽ സുറുമയെയും മാഹിറിനെയും കാണുമ്പോൾ മുസാഫിറിൻ്റെ മുഖത്ത് എന്നുമില്ലാത്തൊരു കനം. മാഹിറും മുസാഫിറും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. പിള്ളേരും അവർക്കൊപ്പം ഇരുന്നിട്ടുണ്ട്. സുറുമയാണ് അവർക്കെല്ലാവർക്കും വിളമ്പുന്നത്. ചോദിക്ക് സക്കീർക്ക, ഇതാണ് പറ്റിയ അവസരം. രണ്ട് അനിയന്മാരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ചോദിച്ചാൽ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു തീരുമാനമാകുമല്ലോ. ലബീബ സക്കീറിൻ്റെ പിറകിൽ നിന്ന് എരിവ് കയറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അത് പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ചോദിക്കണോ? സക്കീറിന് മാഹിറിൻ്റെ മുഖത്ത് നോക്കാനൊരു മടി പോലെ. സുറുമിയും അവൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുന്നുണ്ടല്ലോ. മുൻപായിരുന്നെങ്കിൽ അവൻ ഒരു പേടിയുമില്ലാതെ ചോദിച്ചേനെ. ഇപ്പോൾ അതുപോലെ അല്ലല്ലോ. കള്ളം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ പരിഭ്രമം. ഇത് വല്ലതും ലബീബാക്ക് മനസ്സിലാവുമോ? ദേ മനുഷ്യ, നിങ്ങൾ ഞാനുണ്ടല്ലോ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ ഇതുവരെ നമുക്ക് സ്വന്തം കരുതിയ പീടിയും അതിരിക്കുന്ന മണ്ണൊക്കെ നിങ്ങൾ അനിയം മേടിച്ചെടുക്കൂട്ടോ. അവസാനം നമ്മൾ മക്കളെയും കൂട്ടി പെരുവഴിയിലേക്ക് തെണ്ടാൻ ഇറങ്ങേണ്ടി വരും. ലബീബ കണ്ണുരുട്ടി അവനെ മുന്നോട്ട് ഉന്തി തള്ളിവിട്ടു. സക്കീർ കഴിക്കാനെന്ന പോലെ മുസാഫിറിൻ്റെ അരികിലായുള്ള ഒഴിഞ്ഞ ചെയറിലേക്ക് ഇരുന്നു. സക്കീർക്ക് തൊട്ടു മുൻപിൽ കണ്ടപ്പോൾ മാഹിർ ഉരുട്ടിയെടുത്ത ഭക്ഷണം വിരലിൽ കിടന്ന് നെരിഞ്ഞുടഞ്ഞ് പ്ലേറ്റിലേക്ക് തന്നെ വീണു. ഇന്നലെ സുറുമി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് തികട്ടി വന്നു. കണ്ണുകളിൽ പക ഒളിപ്പിച്ചുകൊണ്ട് സക്കീറിനെ ഒന്ന് നോക്കി അവൻ. മാഹിറിനെ നോക്കിയ സുറുമിയുടെ ഉള്ളിൽ നേർത്ത ഭയം ജനിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് അവൾ ഭയപ്പെട്ടു. സുറുമി എന്താ നോക്കി നിൽക്കുന്നത്? സക്കീറിന് വന്നത് കണ്ടില്ലേ? ഇക്കാക്ക് വിളമ്പിക്കൊടുക്കുമോളെ. മാഹിർ വിനയം വരുത്തി സുറുമിയോട് പറഞ്ഞു. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി സുറുമി വിളമ്പാനായി ഒരുങ്ങിയതും സക്കീർ ഒരു വല്ലായ്മയോടെ വേണ്ടെന്ന് പറഞ്ഞു. അതോടെ സുറുമി ആലമോളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇക്കാക്ക് ഇന്ന് കടയിൽ പോണില്ലേ? മാഹിർ സക്കീറിനോട് തിരക്കി. പോവണം. അവൻ്റെ ഇക്കാക്ക എന്നുള്ള വിളി മനസ്സിനെ പിടിച്ചതുകൊണ്ട് അവനൊന്ന് ഇളകിയിരുന്നു. സുറുമി വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ അവൻ തന്നെ ഇക്കാക്ക എന്നിത്ര സ്നേഹത്തോടെ വിളിക്കില്ല. മുസാഫിറിക്കയോ? ഫ്രീ ആണോ ഇന്ന്? അല്ല, ഞാനും കുറച്ച് കഴിഞ്ഞാൽ പോവും. ആ, നിങ്ങളൊക്കെ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കാണെങ്കിൽ വൈകുന്നേരം നിങ്ങളിങ്ങോട്ട് വന്നിട്ട് പറയാം. ആ, ഞാനും നിന്നോടൊരു കാര്യം സംസാരിക്കാനിരിക്കുകയായിരുന്നു. നീ ഇത് എന്ത് ഭാവിച്ചാണ് മാഹിറെ? എന്താ നിന്റെ ഉദ്ദേശം? മുസാഫിർ അവനെ രൂക്ഷമായൊരു നോട്ടം നോക്കി. എന്ത് മനസ്സിലായില്ല? മാഹിറിൻ്റെ നെറ്റിയിൽ ചുളിവ് വീണു. നീ എന്തിനാ ഇന്നലെ CJ അടിച്ചത്? നീ എന്നു മുതലാണ് നീ ഉമ്മാനോടൊക്കെ കയറി സംസാരിക്കാൻ തുടങ്ങിയത്? മുസാഫിർ മുൻപിലെ പ്ലേറ്റ് നീക്കി വെച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് ഉത്തരമായി മാഹിർ ആദ്യമൊന്ന് ചിരിക്കുകയാണ് ചെയ്തത്. മുസാഫിറിൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. CJയെ ഞാൻ തല്ലിയ കാര്യം പറഞ്ഞവർ തല്ലാനുണ്ടായ കാരണം എന്താണെന്ന് ഇക്കയോട് പറഞ്ഞില്ലയോ? പരിഹാസമട്ടിൽ മാഹിർ ചോദിച്ചു. നീ വല്ലാതെ മാറിപ്പോയി മാഹിറെ. ഗൾഫിൽ പോയി 10 കാശ് സമ്പാദിച്ചുവെന്ന് കരുതി ബന്ധങ്ങളൊന്നും വില കുറച്ച് കാണരുത്. എന്ത് കാരണം കൊണ്ടായാലും CJയെ നീ കൈവച്ചത് ശരിയായില്ല. മുസാഫിർ വെറുപ്പോടെ മുഖം വെട്ടിച്ചു. അപ്പോഴേക്കും ആനുമ്മയും പെൺമക്കളുമൊക്കെ ആ ഡൈനിങ് ഹാളിന് ചുറ്റും ഹാജരായിരുന്നു. ഇത്രയും നാൾ തലോടിയ കൈകൊണ്ട് മാഹിർ തൻ്റെ കുഞ്ഞിപ്പങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായൊരു കാരണം കൂടി ഉണ്ടാവും. ഇക്ക അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സുറുമി എൻ്റെ ഭാര്യയാണ്. അവളെക്കുറിച്ച് മോശമായ വാക്കുകൾ എൻ്റെ പെങ്ങളുടെ വായിൽ നിന്ന് വീണപ്പോൾ കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളുടെ ഭർത്താവല്ലേ? അസീനത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ഉമ്മയോ പെങ്ങന്മാരോ പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് കേട്ടു നിൽക്കാൻ കഴിയോ? ഇല്ലല്ലോ. അത്രേ സംഭവിച്ചുള്ളൂ. കുറേ നാളായി ഉമ്മയും പെങ്ങന്മാരും ചേർന്ന് അവളുടെ വീട്ടിലെ ഗതികേടിനെക്കുറിച്ച് തരം താഴ്ത്തി പറയുന്നത് ഞാൻ കേൾക്കുന്നു.
എന്നാണ് നമ്മളിത്ര പണക്കാരായത് ഇക്കാക്ക? മാഹിർ ഗൾഫിലേക്ക് പോകും മുമ്പ് നമ്മളും ഒന്നുമല്ലാത്തവരല്ലായിരുന്നോ? എന്നിട്ടിപ്പോൾ എൻ്റെ ഭാര്യ അവൾക്ക് പട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്ന അലവലാതി. കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തെല്ല കുറ്റബോധവുമില്ല. മാഹിർ കിതപ്പോടെ പറഞ്ഞു നിർത്തി. അതോടെ മുസാഫിറിൻ്റെ മുഖമൊന്ന് അയഞ്ഞു. സുറുമിയെ മോശമായി പറഞ്ഞ കാര്യമൊന്നും അവരവനോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഇക്ക പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. മാഹിർ ഒരുപാട് മാറിപ്പോയി. എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഈ പറയുന്ന ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഗൾഫുകാരൻ്റെ പണവും അവൻ വരുമ്പോൾ കൊണ്ടുവരുന്ന വില കൂടിയ സാധനങ്ങളും മതി. ബാക്കിയൊന്നും ആർക്കും അറിയണ്ടല്ലോ. എല്ലാവർക്കും ചോദിക്കുമ്പോൾ പണം കിട്ടണം. ഇതിന് മാത്രം പണം എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് എൻ്റെ പെറ്റുമ്മാക്കോ കൂടപ്പിറവുകൾക്കോ ഇല്ല. കറവ പശുവാണല്ലോ ഞാൻ. എങ്ങാനും കൊടുത്തില്ലെങ്കിലോ? മാഹിർ അഹങ്കാരി, അല്ലെങ്കിൽ ഭാര്യയുടെ വാക്ക് കേട്ട് തുള്ളുന്ന കുടുംബത്തെ മറന്ന പെങ്കോന്തൻ. അവൻ്റെ വാക്കുകളിൽ തിങ്ങി നിന്ന നോവിനെ തിരിച്ചറിഞ്ഞു പോൽ സുറുമി അവൻ്റെ അടുത്തേക്ക് വന്ന് ആ തോളിൽ കൈവച്ചു ആശ്വസിക്കും പോലെ. സീജ ഇന്നലെ എന്നോട് അവളുടെ ഷെയർ ചോദിച്ചു. വീതം വെക്കാനായി നമ്മുടെ ബാപ്പ ഉണ്ടാക്കിയ തറവാട് വക സ്വത്തൊന്നും ഇരിപ്പില്ലല്ലോ ഇവിടെ. ഉണ്ടോ ഇക്കാക്ക? നിങ്ങൾ പറ. ചോദിച്ചുകൊണ്ട് മാഹിർ ഇക്കാക്കമാരുടെ മുഖത്തേക്ക് നോക്കി. അവരിരുവരും ഉത്തരമില്ലാതെ കുടിനീരിറക്കിപ്പോയി. എല്ലാം ഈ മാഹിറിൻ്റെ വിയർപ്പാണ്. അതിൽ നിന്നൊരു തരിമ്പ് പോലും ആരും മോഹിക്കണ്ട. മാഹിർ പറയുന്നത് കേട്ട് സെക്കീറിൻ്റെ കണ്ണു മിഴിഞ്ഞു. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് മാഹിർ. ചോദിക്കുന്നത് മുഴുവനും എടുത്തു തന്നിട്ടുണ്ട്. അതൊന്നും ആരും എനിക്ക് തിരിച്ചു തരണ്ട. ഇനി ബാക്കിയുള്ളതിൽ ആര് കണ്ണുവെക്കുകയും വേണ്ട. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മാഹിറിൻ്റെ ഉറച്ച വാക്കുകളായിരുന്നു അത്. വാതിലിനപ്പുറം നിന്ന ലബീബ സെക്കീറിനെ നോക്കി കണ്ണുരുട്ടി. പഴം വിഴിഞ്ഞതുപോലെ ഇരിക്കാതെ വാ തുറന്ന് വല്ലതും പറ മനുഷ്യ. അവൾ ചുണ്ടനൊക്കെ പിറുപിറുത്തി. മാഹി, കടയിരിക്കുന്ന സ്ഥലം മാത്രം ഇക്കാക്ക് തന്നേക്കണേടാ. ബാക്കിയൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അറിയാലോ, ആ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നിന്റെ ഇക്കാക്ക കുടുംബം നോക്കുന്നത്. സെക്കീർ എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം താഴ്മയോടെ പറഞ്ഞു. അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കാൻ കൈ ധരിച്ചുവെങ്കിലും മാഹിർ അയാളെ നോക്കിയൊന്ന് ചിരിക്കുകയാണുണ്ടായത്. നെഞ്ചിൽ കുത്തും പോലൊരു ചിരി. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാർന്നോരെ? അപ്പോൾ ഇക്കാര്യം സംസാരിക്കാൻ തന്നെയാണ് ഞാൻ നിന്നത്. ഞാൻ ആ തെങ്ങിൻ തോപ്പ് വിൽക്കാൻ പോവുകയാണ്. ആദിലിനെ കണ്ട് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ആളെ അവൻ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ട്. കഴുത്തോളം മൂടാറായ കടങ്ങളുണ്ട് എനിക്ക്. അത് വീട്ടി ബാക്കിയുള്ളത് ബാങ്കിൽ ഇടാമെന്നാണ് കരുതുന്നത്. ഹാലമോള് വളർന്നു വരികയല്ലേ. പിന്നെ ഈ വീടും സ്ഥലവും എൻ്റെയും സുറുമിയുടെയും പേരിൽ കിടക്കട്ടെ. നിങ്ങളൊക്കെ വേറെ വീട് വെച്ചില്ലേ? 3 മാസത്തെ സമയം തരാം. അപ്പോഴേക്കും പണി മുഴുവനും തീർത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മാറിക്കൊള്ളണം. മാഹിർ എല്ലാം ഉറപ്പിച്ചതുപോലെയാണ് പറഞ്ഞത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഇതുവരെ വീടുപണി നടന്നത് മാഹിറിൻ്റെ സഹായം കൊണ്ടാണ്. ഇനിയുള്ള പണികൾ തീർക്കാൻ എവിടെ നിന്ന് പൈസ ഒപ്പിക്കും? അപ്പോൾ ഞാൻ ആരുടെ കൂടെയാണ് പോകേണ്ടതെന്ന് കൂടി നീ പറഞ്ഞതാ. ഇവിടെയെല്ലാം ഇപ്പോൾ നീയും നിൻ്റെ ഭാര്യയും തീരുമാനിക്കും പോലെയാണല്ലോ. ആനുമ്മ ചൊടിച്ചുകൊണ്ട് മുൻപിലേക്ക് വന്നു. എല്ലാവരും ഉമ്മാൻ്റെ മക്കളല്ലേ. ഉമ്മാക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നിൽക്കാമല്ലോ. അത് പറഞ്ഞപ്പോൾ ലബീബയുടെ നെഞ്ചിലൊരാളൽ. തള്ള ഞങ്ങളുടെ കൂടെ എങ്ങാനും വരുമോ റബ്ബേ? എന്നാൽ മാഹിർ പിന്നീട് പറഞ്ഞത് കേട്ടവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെക്കുകയാണ്. അതൊന്നും മാഹിർ പറയില്ല. എൻ്റെ ഉപ്പ ഇറങ്ങിപ്പോയ മണ്ണാണ്. ഉമ്മാക്ക് ഈ വീട്ടിൽ തന്നെ കഴിയാം. ആരും ഉമ്മയെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ പോകുന്നില്ല. ഓ പിന്നെ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും ഔദാര്യം പറ്റി എൻ്റെ പട്ടി നിൽക്കും ഇവിടെ. ആനുമ്മ പുച്ഛവും ദേഷ്യവും ഒരുപോലെ കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. മാഹിർ സുറുമിയെ ഒന്ന് നോക്കി. അവളും അതേസമയം അവനെയാണ് നോക്കിയത്. ആ കണ്ണിൽ നോവിൻ്റെ തിരകളേക്കും സുറുമിക്കിപ്പോൾ കാണാനാവും. എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. അവനും അതേപോലെ തിരിച്ചു പറഞ്ഞു. അപ്പോൾ കടയിരിക്കുന്ന സ്ഥലമോ? അതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ലേ? ക്ഷമ നശിച്ച് ലബീബ ചാടിക്കയറി ചോദിച്ചു പോയി. അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഇത്താത്ത പേടിക്കണ്ട. മാഹിർ ചിരിച്ചു. ആ പറഞ്ഞതിൽ എന്തോ ഒരു ഉൾക്കുത്ത് ലബീബക്ക് അനുഭവപ്പെട്ടു. എങ്കിലും അവൻ പറയാൻ പോകുന്നത് എന്താവുമെന്നറിയാൻ അവൾ ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കി. സെക്കീർക്കാക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുറുമിയുടെ പക്കലുണ്ടായിരുന്ന മഹർമാല അടക്കമുള്ള സ്വർണം പണയം വെച്ചും തികയാത്തത് കടം മേടിച്ചിട്ടുമൊക്കെയാണ് ഞാൻ ആ സ്ഥലം വാങ്ങിച്ചതെന്ന് കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. അന്ന് എനിക്ക് ചിലവായ തുക എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് കുറയാതെ
ഒരു മാസത്തിനുള്ളിൽ എന്നെ ഏൽപ്പിച്ചാലേ ആ കടയിരിക്കുന്ന സ്ഥലം ഞാൻ സക്കീർ ഖാൻ്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കും. അതിന് കഴിയില്ല എന്നാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവിടുത്തെ കച്ചവടം മതിയാക്കി ഇറങ്ങിക്കൊള്ളണം. സക്കീറിൻ്റെയും ലബീബയുടെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി. സക്കീർ ഒന്നും പറഞ്ഞ് അനിയനോട് തർക്കിക്കാൻ പോലും മുതിരാതെ നാക്കി വിലങ്ങി അവിടെ തന്നെ ഇരുന്നു. എങ്ങനെ തർക്കിക്കും? അവനോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായാൽ സുറുമി അവളോട് താൻ പറഞ്ഞതെല്ലാം വിളിച്ചു പറയുകയുണ്ടാവും. അതോടെ ഇവരുടെയൊക്കെ മുൻപിൽ തൻ്റെ മാനം പോവും. പിന്നെ ഈ കുടുംബത്തിലുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ നാണം കെട്ടി നാറി ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അതൊക്കെ ഓർത്തപ്പോൾ മൗനം തന്നെയാണ് നല്ലതെന്ന് സക്കീറിന് തോന്നി. എന്നാൽ ലബീബാക്ക് നിൽപ്പുറക്കുമോ? അവൾ ഭദ്രകാളി തുള്ളി മാഹിറിൻ്റെ നേർക്ക് വന്നു. ഇതെന്ത് വർത്താനാണ് മാഹിറെ? കണ്ണിൽ ചോരയുണ്ടോ എനിക്ക്? ആ മനുഷ്യന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കച്ചവടം ഒന്ന് പച്ച പിടിപ്പിച്ചതെന്ന് അറിയാമോ? ഒരു കര പറ്റി തുടങ്ങിയെന്നായപ്പോൾ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുന്നോ നീ? അവളുടെ വാക്കുകളിൽ നിന്ന് തീ ചിതറി. എന്നാൽ മാഹിറിൻ്റെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവും ഉണ്ടായില്ല. തട്ടിപ്പറക്കാണെന്നോ? ഇത്രയും നാളും ഒരു രൂപ പോലും വാടക തരാതെ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയതും പോരാ, ഇനി അത് ഞാൻ വെറുതെ കൂടി എഴുതി തരണമെന്ന കൂടിയാണോ ഇത്താത്ത പറയുന്നത്? നടന്നതെന്നെ. മാഹിർ കളിയാക്കിക്കൊണ്ട് തല അനക്കി. ലബീബ ദേഷ്യം തീരാതെ പല്ല് കടിച്ചു പൊട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ പുന്നാരന്യം പറഞ്ഞത് കേട്ടില്ലേ മനുഷ്യ? നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ മന്ദിരം പോലെ ഇരിക്കുന്നത്? ഇതൊന്നും കേട്ടിട്ടും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? മാഹിറിനോട് പറഞ്ഞാൽ വിജയിക്കില്ലെന്ന് തോന്നിയപ്പോൾ ലബീബയുടെ കണ്ണുചെട്ടൽ സക്കീറിന് നേരെയായി. സക്കീർ വിളറിയ ഭാവത്തോടെ ആനുമ്മയെ നോക്കി. അവർക്കറിയാമല്ലോ മകൻ്റെ നാവിറങ്ങിപ്പോയതുപോലെയുള്ള ആ ഇരിപ്പിന് പിന്നിലുള്ള കള്ളത്തരം. ആനുമ്മ കടുപ്പിച്ചെന്ന് നോക്കിയതും സക്കീർ പെട്ടെന്ന് പതർച്ചയോടെ നോട്ടം തിരിച്ചുവിട്ടു. എൻ്റെ സക്കീർക്ക, ഇവർ പറയും പോലെ മാഹിർ തട്ടിപ്പറിച്ചെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്കും? മാഹിർ പരിഹാസം നിറച്ചൊരു നോട്ടം നോക്കി. ഞാൻ എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നത്, അല്ലാതെ അന്യൻ്റെ മണ്ണിനോ പെണ്ണിനോ കൊതി വെച്ച് നടക്കുന്ന നാണം കിട്ട പരിപാടിയൊന്നും ഇവിടെ ചിലരെ പോലെ മാഹിറിനില്ല. അവനെന്തോ അർത്ഥം വെച്ച് പറഞ്ഞതും സക്കീറിൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. മാഹിർ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അവനെ ആകെ ഒരു പരിഭ്രമം വന്ന് മൂടി. ഈ പ്രശ്നം ഇവിടെയൊന്നും നിൽക്കില്ലെന്ന് തോന്നിയതും സക്കീർ വാ തുറന്നു. നീ പറയുന്ന പണം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അടുത്ത 1-ാം തീയതിക്ക് മുമ്പ് ഞാൻ കട ഒഴിഞ്ഞേക്കാം. അതും പറഞ്ഞുകൊണ്ട് സക്കീർ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പൊപ്പി. ലബീബ പകവും കോപവും നിറഞ്ഞ ഭാവത്തിൽ തന്നെ നോക്കി പേടിപ്പിക്കുന്നത് സക്കീർ കൺകോണിലൂടെ കണ്ടുവെങ്കിലും അവൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ഇങ്ങനൊരു മരങ്ങോടം കിട്ടുവാനാണല്ലോ പഠിച്ചവനെ എനിക്ക് വിധിച്ചത്. അവൾ തലയിൽ തല്ലി പരിതപിച്ചു. സീനുവിൻ്റെയും സീജയുടെയും ഇരുണ്ട മുഖം ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുതെന്ന് തന്നെയാണല്ലോ അവരുടെയൊക്കെ ഉള്ളിരിപ്പ്. എൻ്റെ മോനെ വിഷമിപ്പിച്ച് പിടിച്ചു വാങ്ങിയിട്ട് നീ ആ കട എന്ത് ചെയ്യാൻ പോവാ മാഹിറെ? ആനുമ്മക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിനാണോ വഴിയില്ലാത്തത്? അവിടെ ഇനി മുതൽ ഈ മാഹിർ കച്ചവടം ചെയ്യും. അവനെപ്പോഴും ചിരിയാണ്, ഒരു വിജയച്ചിരി. അത് ശരി, നാളെ മറ്റന്നാൾ ഗൾഫിലേക്ക് പറക്കാനിരിക്കുന്ന ഈയാണോ അവിടെ കച്ചവടം ചെയ്യാൻ പോകുന്നത്? അതോ അന്തം കൊന്തോ ഇല്ലാത്ത എൻ്റെ ഈ കെട്ടിയോളോ? ആനുമ്മ കളിയാക്കുകയാണ്. അത് കേട്ട് ചിരിക്കാൻ മറ്റുള്ളവരും. മാഹിർ സുറുമിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കണ്ണുകൾ ഇപ്പോഴും അവനോട് പറയുന്നുണ്ട്, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ മാഹിക്ക എന്ന്. തൻ്റെ തോളിൽ അമർന്ന അവളുടെ കൈയിന് മുകളിൽ കൈവച്ചുകൊണ്ട് മാഹിർ ഉമ്മയെ നോക്കി. എന്തേ, ഞാനും എൻ്റെ പെണ്ണും കച്ചവടം ചെയ്താൽ ശരിയാവില്ല എന്ന് ഉമ്മാക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ ചുണ്ടിൽ പുച്ഛം. ആനുമ്മയുടെ കണ്ണുകൾ ചുരുങ്ങി. പിന്നെ എൻ്റെ ഉമ്മാനോടും കൂടെ പിറപ്പുകളോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. മാഹിറിന് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല. എല്ലാവരും ഒരുപോലെ നെട്ടി. അവനെ നോക്കുമ്പോൾ മാഹിർ സുറുമിയുടെ കൈ പിടിച്ച് അവളെ തൻ്റെ അരികിലേക്ക് നീക്കി നിർത്തി. സുറുമിയുടെ മുഖത്ത് നെട്ടലൊന്നുമില്ല. അവളിത് നേരത്തെ അറിഞ്ഞതാണല്ലോ. തിരിച്ചു പോകുന്നില്ല എന്നോ? നീ എന്താ തമാശ പറയണോ മാഹിറെ? ആനുമ്മയാണ്. തമാശയല്ല, വിസ ക്യാൻസൽ ചെയ്താണ് ഞാൻ വന്നത്. ഇനി ഞാൻ അറബ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. മാഹിർ തീർത്തു പറഞ്ഞു. അവരെല്ലാം അന്തം വിട്ട് നോക്കുന്നുണ്ട് അവനെ. എന്നാൽ ഹാലമോളുടെ കുഞ്ഞുമുഖത്ത് മാത്രം പുഞ്ചിരിയാണ്. ഉപ്പ പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷമായിട്ടുണ്ട്. ഉപ്പയുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഉമ്മച്ചിയെയും എന്നെയും തനിച്ചാക്കി ഉപ്പ പോകുമല്ലോ എന്നോർത്ത്, ആ സ്നേഹവും കരുതലും തന്നിൽ നിന്ന് അകലുമല്ലോ എന്നോർത്ത് ആ കുഞ്ഞു ഹൃദയം നൊമ്പരപ്പെടാറുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടാവില്ലല്ലോ. അവൾക്ക് തുള്ളിച്ചാടാനാണ് തോന്നിയത്. പക്ഷേ ആനുമ്മയെ അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് മാത്രം അവൾ അടങ്ങിയിരുന്നു. പിന്നെ നീ ഇവിടെ എങ്ങനെ ജീവിക്കുന്ന? നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുമെന്ന മുസാഫിർ അമ്പരപ്പോടെ തിരക്കി. അത് തന്നെയല്ലേ ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞത്. സക്കീർക്കാക്ക് പകരം എൻ്റെ കടയിൽ ചരക്കിറക്കി ഞാൻ കച്ചവടം ചെയ്യാൻ പോവാണെന്ന്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ചെറുക്ക?
ആ ചെറിയ കടയിൽ കച്ചവടം ചെയ്തിട്ട് നീ എങ്ങനെ ജീവിക്കാനാണ്? മുസാഫിർ തട്ടിക്കയറുകയാണ്. കെട്ടിയോളുടെ വാക്ക് കേട്ട് തുള്ളാൻ നിന്നാലേ നീ നാട്ടിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു പോകും മോനെ. ആനിമയും ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങളെന്താ കരുതിയത്? ജീവിതകാലം മുഴുവനും ഞാൻ പ്രവാസിയായിരിക്കുമെന്നോ? ഒത്തിരി നാൾ മണലാരണ്യത്തിൽ കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ടുവല്ലോ ഞാൻ. എന്നിട്ട് എന്ത് നേടി? എന്നെ വെച്ച് നിങ്ങളെല്ലാവരും ഒത്തിരി നേടിയെടുത്തെങ്കിലും മാഹിർ ഇപ്പോഴും ആ പഴയ വട്ടപൂജ്യം തന്നെയാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദനയും തിന്ന് ഉരുകിത്തീരാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഉള്ള നല്ല കാലം മുഴുവനും അങ്ങനെ തീർന്നുപോയി. ഇനിയുള്ള കാലമെങ്കിലും ഞാൻ എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ.